അപ്പൊ ഗൈസ്, കേരളം എന്തായാലും കോൺഗ്രസ് 102 സീറ്റോട് കൂടിയിട്ട് തൂക്കി, അതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ മുഖ്യമന്ത്രി ആരാവുന്നുള്ളതിനെ കുറിച്ച് ഒരു ചർച്ചയും നമ്മൾ നടത്തി. ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളത് വേറൊരു ചോദ്യമാണ്. എന്താണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള KCയുടെ വരവിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? KC വരുമോ, വരില്ലേ, എന്തൊക്കെയാണ് നിങ്ങളെ ആ ഒരു ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ പോയിന്റുകൾ? അതറിയാനാണ്. എല്ലാ ചാനലുകളിലും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. എല്ലാ നേതാക്കളോടും പോയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന വിഷയവും ഇത് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഒരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ട് ഇതിലെ വെച്ചാൽ. എന്നെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. എല്ലാ MP മാരും മാറി നിൽക്കണം എന്നുള്ള ഹൈക്കമാൻഡ് തീരുമാനത്തെ ആശ്രയിച്ച് ഞാൻ അതിനെ സ്വാഗതം ചെയ്ത ഒരാളാണ്. ആദ്യം MP മാര് മത്സരിക്കണം എന്ന് പറഞ്ഞ സമയത്ത് അത് തികച്ചും അരാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്നുള്ളതും, വെറുതെ ജനങ്ങളുടെ പണം വീണ്ടും അനാവശ്യമായി ചെലവഴിക്കുകയാണ് എന്നുള്ളൊരു വാദമാണ് നമുക്കുണ്ടായിരുന്നത്. സത്യമാണത്, കാരണം ആവശ്യമില്ല അങ്ങനെ ഒരു കേസ്. പക്ഷെ ഇപ്പോഴും സംഭവിക്കാൻ പോകുന്നത് അതാണ്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായിട്ട് വരിക എന്ന് പറയുമ്പോൾ MP സീറ്റ് ഒഴിവാക്കുകയും വീണ്ടും ഒരു MLA രാജിവെപ്പിച്ച് അദ്ദേഹം 6 മാസത്തിന്റെ ഉള്ളില് ഇലക്ഷൻ നേരിടുകയും വീണ്ടും എന്തായിട്ട് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുകയും. അപ്പൊ 2 ലക്ഷം നടക്കണം. ഈ 2 ലക്ഷത്തിന്റെ പൈസ നിന്റെയും എന്റെയും പോക്കറ്റിൽ നിന്നാണ്, ടാക്സ് അടയ്ക്കുന്നത് നമ്മളിൽ നിന്നാണ് ഈ പണം ഗവൺമെന്റ് എടുക്കുന്നത്. ആ ഗവൺമെന്റ് ചെലവാക്കുന്നത് എന്താവശ്യത്തിന്? എന്താണ് ആവശ്യമാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയം എന്നുള്ളതാണ്. അത് ചില വ്യക്തികളുടെ അവരുടെ ഗ്രീഡിനെസ് ആണ് യഥാർത്ഥത്തിൽ, സത്യം പറഞ്ഞാൽ അല്ലെ. ആ ഗ്രീഡിനെസിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ചില ഡിമാൻഡുകൾ വരുന്നത്. ഇവിടെ കാലിബറുള്ള നേതാക്കൾ ഉണ്ടായിട്ട് പോലും ഇത്തരത്തിലുള്ള ഒരാളെ കെട്ടിയിറക്കപ്പെടുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അണികൾ ഇത് ആവശ്യപ്പെടുന്നു എന്നുള്ളതൊക്കെ വെറും സാങ്കല്പികമായിട്ടുള്ള ഒരു പുകമറ സൃഷ്ടിക്കലാണ്. യഥാർത്ഥത്തിൽ അത് എനിക്ക് ആവശ്യമുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് എന്റെ അടികൾ അത് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം. അത് പക്ഷെ ഇതിനേക്കാൾ എത്രയും വലിയൊരു പോസ്റ്റാണ്. മുഖ്യമന്ത്രി ഏത് ലെവലിൽ എടുത്താലും തീർച്ചയായിട്ടും ഓൾ ഇന്ത്യ ലെവലിൽ ഒരു പോസ്റ്റ് ചെയ്താണ് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഒരു പവർ എന്നുള്ളൊരു വ്യത്യാസം മറ്റൊരു പോസിറ്റീവായിരിക്കും അദ്ദേഹം കാര്യങ്ങളെ കണ്ടിട്ടുണ്ടാവുക. കാരണം ഇനിയൊരു പക്ഷേ കോൺഗ്രസിന് അധികാരം കിട്ടുന്നത് ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം. 10 വർഷം കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ LDF കിട്ടിയ പോലെ തുടർഭരണം കിട്ടുകയാണെങ്കിൽ അപ്പോഴും അവിടെ ഒരു സാധ്യതയില്ല. അപ്പൊ KC വേണുഗോപാൽ ഈ പറഞ്ഞ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അയാൾക്ക് ചിലപ്പോൾ മുഖ്യമന്ത്രിയാവാൻ പറ്റില്ലല്ലോ എന്നുള്ള അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. കൂടി പൂർത്തീകരിച്ചിട്ട് പോകാനായിരിക്കും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവുക. അത് തന്നെയായിരിക്കും പ്രശ്നങ്ങളുണ്ട്. VD സതീശനും രമേശ് ചെന്നിത്തലയും വേറൊരു ഡയമെൻഷനാണ്. അവരിവിടെ നിന്ന് വർക്ക് ചെയ്ത് ഇതിനെ ഈ ലെവലിലേക്ക് എത്തിച്ചത്. ജയിച്ചതിന്റെ പിറകില് പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു ലാസ്റ്റ് ടൈമില് ആണ് അതിലേക്ക് വലിയ സ്ട്രെങ്ത് വന്നിട്ടുള്ളൂ. ഒരു 4.5 വർഷവും ഓടിയ വണ്ടിയിൽ അവസാനത്തെ 6 മാസം ഓടാൻ മാത്രമാണ് ഒരാൾ കയറി വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇടപെട്ടിട്ടുണ്ട്, പക്ഷെ അത് ഇടപെടുക എന്നുള്ളത് ആളുടെ ഉത്തരവാദിത്തമല്ലേ? ഒരു നാഷണൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ, സംഘടനാ സെക്രട്ടറി എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നുള്ളതും അതിനെ റിസോൾവ് ചെയ്ത് താൻ നയിക്കുന്ന പാർട്ടിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നിക്ഷിപ്തമായ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിച്ചു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു ക്ലെയിം ആവുന്നില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു ക്ലെയിം ആയിട്ട് വായിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ KC വേണുഗോപാലിന്റെ ഒരു മുന്നോട്ട് വന്നിട്ടാണ് എക്സ്ട്രാ ഫണ്ട് ഇങ്ങോട്ട് പമ്പ് ചെയ്യുന്നുള്ളൊരു രീതിയിലുള്ള വാർത്ത കിട്ടുക. കാരണം കോൺഗ്രസിന്റെ കഴിഞ്ഞ 10 വർഷം ഭരണം ഇല്ലാത്തത് കൊണ്ട് തന്നെ കയ്യിൽ ഫണ്ട് ഉണ്ടായിരുന്നു. ഒരു ഓൾ ഇന്ത്യ ഫണ്ട്, അതുപോലെ കർണാടകത്തിൽ നിന്ന് തെലങ്കാനയിൽ നിന്ന് ഒരു ഫണ്ട് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് KC വേണുഗോപാൽ ഹെൽപ്പ് ചെയ്തു. ആ ഒരു ഫണ്ട് പമ്പ് ചെയ്തത് കൊണ്ടാണ് കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ച LDFന്റെ കൂടെ അല്ലെങ്കിൽ BJPയുടെ കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ കൂടെ UDFന് പിരിച്ചു. എനിക്കാരും യോജിപ്പുണ്ട്. ഫണ്ടായിരുന്നു അടിസ്ഥാനം എന്നുണ്ടെങ്കിൽ ചാണ്ടിയമ്മന്റെ പ്രവർത്തനം നമ്മള് കാണേണ്ടതാണ്. ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി നോക്കി കാണുന്ന ഒരു വിജയമാണ് ചാണ്ടിയമ്മന്റേത്. കാരണം ഒരു ഫ്ലക്സ് അടിക്കാതെ, ഒരു പോസ്റ്റർ ഒട്ടിക്കാതെ, വളരെ രസകരമായ പുതിയ രീതികളെ പ്രയോഗിച്ചുകൊണ്ട്, അല്ലെ, പുതിയ സമരമാർഗങ്ങളെ കണ്ടെത്തണം പറയുന്ന പോലെ ആ ഒരു റോൾ മോഡലാണ്. ഇതിനൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ളതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ സോഷ്യൽ മീഡിയയോ ചുമരെഴുത്തുകൾ മാത്രമായിരുന്നു ആളുടെ ആകുള്ളത്. അതിനപ്പുറത്തേക്ക് ജനങ്ങളിലേക്ക് നേരിട്ട് ഒരു സന്നാഹങ്ങളും ഇല്ലാതെ വളരെ ഡയറക്റ്റ് ആയിട്ട് ഇറങ്ങി ചെന്നുകൊണ്ട് 50,000-ൽ പരം ഭൂരിപക്ഷം നേടിയെടുത്തുകൊണ്ടുള്ള ചാണ്ടിയമ്മന്റെ വിജയം ഈ ഫണ്ടിങ്ങിന്റെ ഒക്കെ നിരീക്ഷണങ്ങൾക്ക് അപ്പുറമാണ്. അത്തരത്തിലുള്ള നേതാക്കൾ രൂപപ്പെടണം.
അത്തരത്തിലുള്ള പുതിയ രൂപങ്ങള്, പുതിയ പ്രചരണ തന്ത്രങ്ങൾ രൂപപ്പെടണം. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി നമ്മൾ ആഡ് ചെയ്യണം. കോൺഗ്രസിന് ഇതൊരു പുതിയ ചരിത്രമല്ല. മുമ്പേ കാനഡ ഇങ്ങനെ വന്നിട്ടുണ്ട്. പ്ലസ് 2007 വർഷം എനിക്ക് ഓർമ്മയില്ല, ആദ്യത്തെ UPA സർക്കാർ വരുന്ന സമയത്ത് മൻമോഹൻ സിംഗ് ഒരു മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MP അല്ലായിരുന്നു മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ നിന്നാണ് കേരളത്തിന്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. അങ്ങനെ മുൻപ് ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു എന്നുള്ള എനിക്ക് സംശയമാണ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദി ഇതുപോലെ തന്നെയാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ട് ആദ്യമായിട്ട് വരുന്നത് ആളൊരു എലക്ടഡ് പേഴ്സൺ ഒന്നും ആയിരുന്നില്ല, ഒരു MLA പോലും അല്ലാത്തൊരു സമയത്താണ് ആൾ അങ്ങനെ വരുന്നത്. അങ്ങനെ നിരവധി എക്സാമ്പിളുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് ആവശ്യമാണോ എന്നുള്ളതാണ്. അന്ന് ഗുജറാത്തിൽ അത് ഒരു പക്ഷെ ആവശ്യമായിരുന്നിരിക്കാം. പക്ഷെ കേരളത്തിന്റെ ഇന്നത്തെ പ്രസന്റ് സെനാരിയോയില് ഇത്തരത്തിലുള്ള ഒരു ഭാരിച്ച ചെലവ് 7-8 നിയമസഭാ മണ്ഡലങ്ങൾ കൂടിയിട്ടാണ് ഒരു ലോകസഭാ മണ്ഡലം ഉണ്ടാകുന്നത്. അപ്പൊ ഇത്രയും ഏരിയയിൽ ഒരു റീ എലക്ഷൻ കൊണ്ടുവരുന്നത് ഒരു കൊല്ലം പോലും ആയിട്ടില്ല. റീസെന്റ് ഉണ്ടായിട്ടുള്ള ഒരു എലക്ഷൻ അത് കൊണ്ടുവരുന്നതിന്റെ എന്ത് യുക്തിയാണുള്ളത്? അത് സ്വന്തം നമ്മുടെ പൈസയിൽ നിന്ന് ചെലവാക്കിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥ, അതിന്റെ ആവശ്യകത നിലനിൽക്കുന്നുണ്ട് എന്നുള്ള നമുക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതൊന്നും ആയിരിക്കില്ല ചിലപ്പോ ഹൈക്കമാൻഡിന്റെ തീരുമാനങ്ങൾ. ഹൈക്കമാൻഡ്സ് നമുക്ക് എന്തൊക്കെ വരും എന്നുള്ളത് സസ്പെൻസ് ആണ്. തീർച്ചയായിട്ടും ആരെങ്കിലും ഒരാള്, ഏറ്റവും നല്ലൊരാള് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരട്ടെ, നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ. UDF-നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പേഴ്സണലി ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം അവർക്ക് 100-ലധികം സീറ്റ് കിട്ടി എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു സഖ്യകക്ഷിയുടെയും സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് നിലനിൽക്കാതെ സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള നട്ടല്ലിനുള്ള ഉറപ്പ് അവർക്ക് സ്വാഭാവികമായിട്ട് ജനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് യഥാർത്ഥം. അപ്പൊ നല്ല തീരുമാനങ്ങൾ എടുത്ത് നല്ല ഒരു ഭരണം കാഴ്ചവെക്കാൻ UDF ഗവൺമെന്റിന് സാധിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം.